അനശ്വര രാജനെതിരെ ആരോപണവുമായ സംവിധായകൻ ദീപു കരുണാകരൻ. സിനിമയെ പ്രമോട്ട് ചെയ്യാനായി ഒരു പോസ്റ്റ് പോലും അനശ്വര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചില്ല എന്നാണ് സംവിധായകൻ പ്രതികരിക്കുന്നത്. എന്തായാലും വളരെ മോശമായിപ്പോയി അഭിലാഷ്, വളരെ മോശമായിപ്പോയി. സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു എഗ്രിമെന്റ് ചെയ്യും. ആ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും. ഇന്ദ്രജിത്ത് സംസാരിച്ചായിരുന്നു, എൻ്റെ അറിവിൽ ആ പ്രൊമോഷൻ സമയത്ത് വിളിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു റെസ്പോണ്ട് നോക്കാമെന്നുള്ള രീതിയിൽ പറയാം. ഷൂട്ടിങ്ങിന്റെ സമയത്ത് തങ്ങളുമായി ഏറെ സഹകരിച്ച താരമാണ് അനശ്വര. എന്നാൽ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ലെന്നും സംവിധായകൻ പറയുന്നു. നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതൊന്നും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി സിനിമ ഓടില്ലെന്ന് എന്ന് തോന്നിയതിനു ശേഷം നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഒരു ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റ്? ഇൻസ്റ്റയിൽ ഒരു 3 പോസ്റ്റ് ഇടുന്നതായിട്ട് എന്താണ് വോട്ട് സ്റ്റോപ്പിംഗ് കാർ എന്നുള്ളതാണ്. അവളത് ചെയ്യും, അവളത് ചെയ്യൂ. ഒരു ഹീറോയിൻ ഡ്രിവൺ മൂവിയാണ്, മനസ്സിലായില്ലേ? അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാ അവരില്ലാതെ അവർ വരാത്തൊരു പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായി എണ്ണി പറഞ്ഞ് എൻ്റെ മെസ്സേജുകളെല്ലാം തന്നെയുണ്ട്. ചോദിച്ചു വാങ്ങിച്ചിട്ട് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത്. ഓരോരോ വിഡ്ഢിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, റെസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി മെറിറ്റ് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ, അദ്ദേഹത്തിന്റെ സിനിമയാണ്, ആ നടിയുടെ സിനിമയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തും ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്തേ പറ്റും. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. അപ്പൊ അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്ക് ഒരു പ്രശ്നമില്ലാത്തതും അല്ലെങ്കിൽ പരാതി ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിക്സിന്റെ ഭാഗമാണല്ലോ. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ കൃത്യസമയത്തിന് ജോലിക്ക് വരിക, കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ കമ്മിറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക, അത് ഡെഫിനറ്റ് ആയിട്ട് അവർ ചെയ്തേ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ റിവ്യൂസ് എന്തായാലും അത് അറിയിക്കുക നമ്മുടെ